വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജോൺസൺസ് കൗണ്ടറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ജോൺസൺ കൗണ്ടറിനായിട്ട് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ IC 7474 ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 7474 IC യൂസ് ചെയ്തിട്ട് ഈ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജോൺസൺ കൗണ്ടർ ചെയ്യാം. അതിൻ്റെ ട്രൂത്ത് ടേബിളുണ്ട്. 000 സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ലാസ്റ്റ് ഒരു 8ാമത്തെ ക്ലോക്ക് പൾസ് എത്തുമ്പോഴേക്കും തിരിച്ച് 000 പൊസിഷനിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ബിറ്റായിട്ട് ഷിഫ്റ്റ് ചെയ്ത് പോയി ഒടുവിൽ 8ാമത്തെ ക്ലോക്ക് പൾസിൽ ഫസ്റ്റ് നിന്ന പൊസിഷനിൽ തന്നെ എത്തുന്നതായിട്ട് കാണാം. അപ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. 7474 IC യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് സെക്കൻഡിൻ്റെ ഇൻപുട്ടായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ കൊടുത്തു പോകുന്നു. പ്രീസെറ്റ് ക്ലിയർ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ക്ലോക്ക് കണക്ഷനും നമ്മൾ കണക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സിങ്ക്രണസ് കൗണ്ടറായിട്ടാണ് ഇതിനെ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. അറ്റ് എ ടൈം ക്ലോക്കിനെ എനർജൈസ് ചെയ്യിക്കുകയാണ്. ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ബാർ ഔട്ടിൽ നിന്ന് ഒരു ഇൻപുട്ട് എടുത്തിട്ടാണ് D0യിൽ കണക്റ്റ് ചെയ്തേക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ലാസ്റ്റ് ഒരു ഫീഡ്ബാക്ക് അങ്ങനെ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനും എന്താണ്, അതിന് തൊട്ട് മുന്നിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ടാണ് ഇത് ഇൻപുട്ടായിട്ട് വരുന്നത്. 7474 ICയുടെ ഒരു പിൻ ഔട്ട് ഡയഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ICക്കകത്ത് നമുക്ക് 2 ഫ്ലിപ്പ് ഫ്ലോപ്സാണ് കാണാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ VCC ഗ്രൗണ്ട് ആദ്യമേ നോക്കുക. VCC എന്ന് പറയുന്നത് 14ഉം ഗ്രൗണ്ട് എന്ന് പറയുന്നത് 7ഉമാണ്. അത് നോർമൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ICയുടെ ഒരു VCC ഗ്രൗണ്ട് കണക്ഷൻ തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. ഇനി ആ ഒരു ICക്കകത്തുള്ള ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കുക. അതിൻ്റെ J, K, Q പിന്നുകൾ ഏതാണെന്ന് നോക്കി മാർക്ക് ചെയ്യുക. നേരത്തുള്ള വീഡിയോസിൽ എങ്ങനെയാണ് പിൻ നമ്പർ മാർക്ക് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും J, K, D ഒക്കെ നമുക്ക് മാർക്ക് ചെയ്ത് പോകാം. അപ്പം ആദ്യം ഇരിക്കുന്ന 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒരു ICക്കകത്തും രണ്ടാമതിരിക്കുന്ന 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് സെക്കൻഡ് ICയിലും ആണെന്ന് ഓർക്കുക. അപ്പോൾ ഫസ്റ്റ് 2 ഇരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒരു ICക്കകത്ത്, അടുത്ത് വരുന്ന 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് അടുത്തൊരു IC യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിൻ്റെ J, K പിന്നുകൾ നമ്മൾ ഒരു പിൻ ഔട്ട് ഡയഗ്രം നോക്കിയിട്ട്, J, K അല്ല, D പിന്ന് ഏതാണെന്ന് നമുക്ക് നോക്കുക. D ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ Q പ്രീസെറ്റ് ക്ലിയർ പിന്നുകൾ, ക്ലോക്ക് ഏതൊക്കെയാണ് നമ്പർ എന്ന് നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. D എന്ന് പറഞ്ഞാൽ 2ാമത്തെ പിന്നാണ്. Q എന്ന് പറയുന്നത് 5ാമത്തെ പിന്നായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിനി ക്ലിയർ ക്ലോക്ക് പ്രീസെറ്റ് കണക്ഷനും കൂടി മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണക്റ്റ് ചെയ്യാം. ക്ലിയർ എന്ന് പറയുന്നത് 1ാമത്തെ പിന്നാണ്. പ്രീസെറ്റ് 4ാമത്തെ പിന്നും. ഇനി ക്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പം അതൊരു 3rd പിന്നാണ് ക്ലോക്കായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് കാണാം. സോ ക്ലോക്കിൻ്റെ പ്ലേസിൽ നമുക്ക് 3 എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ICയിലുള്ള സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ നമ്പേഴ്സ് ഏതാണെന്ന് നോക്കുക. അതിൻ്റെ D, Q, PR, ക്ലിയർ എല്ലാം ആ ഒരു IC തന്നെയുള്ള 2ാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്പർ ചെയ്യുക. അപ്പോൾ D എന്ന് പറഞ്ഞാൽ അതിൻ്റെ 12th പിന്നാണ്. Q ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 9th പിന്നാണ്. ഇനി നമുക്ക് വേണ്ടത് പ്രീസെറ്റ് ക്ലിയർ ക്ലോക്ക് കണക്ഷനാണ്. അതേതാണെന്ന് നോക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു ഡയഗ്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ പ്രീസെറ്റ് 10ാമത്തെ പിന്നാണ്. പ്രീസെറ്റ് 10ആണ്. ക്ലിയർ എന്ന് പറഞ്ഞാൽ 13th പിന്നാണ്. സോ ക്ലിയർ പൊസിഷനിൽ 13ഉം പ്രീസെറ്റിൽ 10 എന്ന് മാർക്ക് ചെയ്യുക. ഇനി നമുക്കതിൻ്റെ ക്ലോക്കാണ് വേണ്ടത്. ക്ലോക്ക് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ 11th പിന്നാണ് ക്ലോക്ക് എന്ന് മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് ICയുടെ ഫസ്റ്റ് ICയുടെ 2 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ നമ്പേഴ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് അടുത്തൊരു IC എടുക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് കൊടുത്ത സെയിം നമ്പർ തന്നെ ആയിരിക്കുമല്ലോ ഇനി വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന് കൊടുക്കുക. അപ്പം അത് നമ്മൾ നമ്പർ നോക്കി എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ, Q0 എന്ന് പറഞ്ഞാൽ 5ാമത്തെ പിന്നാണ്. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അതേ നമ്പേഴ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു ക്ലിയർ എന്ന് പറഞ്ഞാൽ 13ആണ്. ഇനി ഇവിടെയാണ് ഫീഡ്ബാക്കിൽ ഒരു വ്യത്യാസം വരുന്നത്. നമ്മൾ Q3 അല്ല എടുത്തേക്കുന്നത്,
ക്യൂ ബാറിൽ നിന്നാണ് നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ക്യൂ ബാറിൻ്റെ പിന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഐ സിയിലുള്ള സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ബാർ ഏതാണെന്ന് നമ്മൾ നോക്കി മാർക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഐ സിയുടെ ഒരു ഐ സിയുടെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ബാർ എന്താണെന്ന് നോക്കുക. അതാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അത് 8ാമത്തെ പിന്നാണ്. സോ 8 എന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്താണ് അതിനകത്ത് ഔട്ട്പുട്ട് കണക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പം ഈ ഒരു ഫിഗറിൽ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ ഔട്ടെന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ക്ലിയർ കണക്ഷൻ ചെയ്തു, പ്രീസെറ്റ് കണക്ഷൻ ചെയ്തു. ഇനി നമുക്ക് എന്താണ് ആ Q0 ഔട്ട്പുട്ട് മാർക്ക് ചെയ്യാം. Q1 ആണ് അടുത്ത ഔട്ടെന്ന് പറയുന്നത്. പിന്നെ Q2 നമുക്ക് മാർക്ക് ചെയ്യണം. ഇത് നമ്മൾ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യേണ്ട പോർഷൻസാണ്. ഓക്കെ, നമ്മളത് Q0, Q1, Q2, Q3 എന്നുള്ള ഓർഡറിൽ നമുക്ക് കിറ്റിനകത്ത് എന്ത് ചെയ്യാം? കണക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അത്രയും ആയിട്ടുണ്ട്. ഇനിയുള്ള കണക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? നോക്കി ചെയ്യുക. Q0, Q1, Q2 നമ്മുടെ ഔട്ടാണ്. ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യുന്നത് പ്രീസെറ്റും ക്ലിയറുമാണ്. VCC ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കുക, ക്ലോക്ക് കണക്ഷൻ കൊടുക്കുക. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി ഒരു ബ്രെഡ് ബോർഡിനകത്ത് ഞാനിപ്പോൾ ഐ സി പ്ലേസ് ചെയ്തിട്ടുണ്ട്. IC 7474ൻ്റെ 2 IC ആണ്. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ളത് കാരണമാണ് നമ്മൾ 2 IC യൂസ് ചെയ്തേക്കുന്നത്. 14 പിന്നുള്ള IC ആണ് 7474 എന്ന് പറയുന്നത്. അതിൻ്റെ 7th പിന്നാണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സോ 2 ICയുടെയും 7ാമത്തെ പിന്നുകൾ തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് അവിടെ ആയിരിക്കണം നമ്മൾ ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കേണ്ടത്. 2 ICയുടെയും 14th പിന്ന് ഷോർട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം? VCC കണക്ഷൻ കൊടുക്കാം. ഓക്കെ, ഗ്രൗണ്ട് VCC കണക്ഷൻ ആദ്യമേ അങ്ങ് ചെയ്യുക. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ക്ലിയർ കണക്ഷൻ അങ്ങ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ക്ലിയർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ICയുടെ 1ഉം ഫസ്റ്റിൻ്റെ തന്നെ 13ഉം തമ്മിലൊരു കണക്ഷനുണ്ട്. ഫസ്റ്റിൻ്റെ 1, 13 തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്? ആ 13ൽ നിന്ന് നമുക്കൊരു കണക്ഷൻ തേർഡ് ഇരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് മീൻസ് സെക്കൻഡ് IC. അപ്പോൾ 13ഉം 1ഉം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു 1ഉം സെക്കൻഡ് ICയുടെ 1ഉം 13ഉം കൂടി കണക്റ്റ് ചെയ്യുക. ഇനി സെക്കൻഡ് ICയുടെ 1ഉം 13ഉം കൂടി കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് എടുത്തിട്ട് ഈ കണക്ട് ചെയ്തേക്കുന്ന ഷോർട്ട് ചെയ്തേക്കുന്ന ഏതെങ്കിലും പോയിൻറ്റിൽ കൊടുത്താൽ ക്ലിയർ കണക്ഷൻ ICക്ക് കിട്ടിക്കോളും. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? പ്രീസെറ്റ് കണക്ഷൻ ചെയ്യാം. പ്രീസെറ്റ് കണക്ഷൻ ചെയ്യാനായിട്ട് ICയുടെ 4, 10 ഫസ്റ്റ് ICയുടെ 4ഉം ഫസ്റ്റിൻ്റെ തന്നെ 10ഉം കൂടി നമുക്കൊരു കണക്ഷനുണ്ട്. അത് ചെയ്യുക. 4, 10 കണക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ആ ഫസ്റ്റ് ICയുടെ 10ൽ നിന്ന് സെക്കൻഡ് ICയുടെ 4ലേക്ക് ഒരു കണക്ഷൻ പോകുന്നതായിട്ട് കാണാം. ഓക്കെ, ഫസ്റ്റിൻ്റെ 10 സെക്കൻഡിൻ്റെ 4 തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇനി എന്താണ്? സെക്കൻഡിൻ്റെ 4ഉം 10ഉം കൂടി ഷോർട്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാ 2 ICയുടെയും എല്ലാ പ്രീസെറ്റ് പിന്നുകളും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പ്രീസെറ്റിൻ്റെ ഇൻപുട്ട് കൊണ്ടുവന്ന് ഈ പറഞ്ഞ ഏതെങ്കിലും പോയിൻ്റ് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ക്ലോക്ക് കണക്ഷൻ കൊടുക്കാം. ക്ലോക്ക് എന്താണ്? ഫസ്റ്റ് ICയുടെ 3ഉം ഫസ്റ്റിൻ്റെ 11ഉം തമ്മിൽ ഷോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലോക്ക് കണക്ഷൻ ഫസ്റ്റിൻ്റെ 3ഉം ഫസ്റ്റിൻ്റെ 11ഉം തമ്മിലുള്ള ഒരു കണക്ഷൻ ചെയ്യാം. ഓക്കെ, ക്ലോക്ക് കണക്ഷനാണ് ചെയ്യുന്നത്. സിങ്ക്രണസ് കൗണ്ടറാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത ആ 11ഉം അടുത്ത ICയുടെ 11ഉം തമ്മിലൊരു കണക്ഷൻ ചെയ്ത് അതിൻ്റെ 3ഉമായിട്ട് നമുക്ക് ഷോർട്ട് ചെയ്യാം. ഓക്കെ, 311 നമുക്ക് ഷോർട്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യാം? ക്ലോക്കിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഇത് സിങ്ക്രണസ് ക്ലോക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു, സിങ്ക്രണസ് കൗണ്ടറാണെന്ന് പറഞ്ഞു. സോ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഒരേ സമയമാണ് എന്ത് ചെയ്യുന്നത്? ക്ലോക്ക് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് നമ്മളിതിനെ ഷോർട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇപ്പം നമ്മൾ ക്ലിയർ കണക്ഷൻ ചെയ്തു, പ്രീസെറ്റ് കണക്ഷൻ ചെയ്തു, ക്ലോക്ക് കണക്ഷനും ചെയ്തു. ഇനി ബാക്കിയുള്ള കണക്ഷൻ എന്താണെന്ന് നോക്കാം. ആ ഒരു ഫീഡ്ബാക്ക് കണക്ഷൻ ചെയ്യാം. ഫസ്റ്റ് ICയുടെ 2nd പിന്നും ലാസ്റ്റ് 1ൻ്റെയും 8th പിന്നും കൂടി തമ്മിലുള്ളൊരു കണക്ഷൻ അത് ചെയ്യുക. ഓക്കെ, ആ ഒരു ഫീഡ്ബാക്ക് കണക്ഷൻ ആദ്യമേ അങ്ങ് ചെയ്യാം. ഫസ്റ്റ് ICയുടെ 2ാമത്തെ പിന്നാണ്. ഫസ്റ്റ് ICയുടെ 2ാമത്തെ പിന്നും ലാസ്റ്റ് 1ൻ്റെ 8th പിന്നും കൂടി ഒരു കണക്ഷൻ ഉണ്ട്. അതങ്ങ് ചെയ്യുക.
ഓക്കെ, ഇനി എന്താണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് അതായത് 5 അതെങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 12ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഫസ്റ്റ് ഇരിക്കുന്ന ഐ സി തന്നെയാണ്. 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും ഫസ്റ്റ് ഇരിക്കുന്ന ഐ സി ആണ്, അത് മറന്നു പോകരുത്. അപ്പോൾ ഫസ്റ്റ് ഐ സിയുടെ 5 ആണ് ഔട്ട്. ആ 5 ഔട്ട് എടുത്തിട്ട് എന്താണ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അതായത് ആ ഐ സി തന്നെയുള്ള 12th പിന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ് കണക്ഷൻ? സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് 9 ആണ്. ആ ഇൻപുട്ട് പോയിരിക്കുന്നത് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 2 ആണ്. സോ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഐ സിക്കകത്താണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ഐ സിയുടെ 9th പിന്നിൽ നിന്ന് നമ്മൾ കണക്ഷൻ തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഐ സി ആയി അതിൻ്റെ രണ്ടാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് തേർഡ് വണ്ണിൻ്റെ ഔട്ട്, അതായത് സെക്കൻഡ് ഐ സിയുടെ 9th പിന്നും സെക്കൻഡ് ഐ സിയുടെ 5th പിന്നും ലാസ്റ്റ് വണ്ണിൻ്റെ പിന്നും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. ലാസ്റ്റ് വണ്ണിൻ്റെ ഏത് പിന്നാണ്? ലാസ്റ്റ് വണ്ണിൻ്റെ 5th പിന്നുമായിട്ട് ഉള്ള ഒരു കണക്ഷനാണ്. അതങ്ങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കി എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഔട്ട്പുട്ടും ഇൻപുട്ടും ക്ലോക്കും ക്ലിയറും ഒക്കെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് ബോർഡിൽ ഇതിപ്പോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്ലോക്ക് നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത്? 311 ഷോട്ട് ചെയ്താണ് ക്ലോക്ക് കൊടുക്കേണ്ട പോയിൻ്റ് കാണിച്ചേക്കുന്നത്. സോ 3ൽ ഫസ്റ്റ് ഐ സിയുടെ 3ൽ ഞാൻ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് കണക്ഷൻ 7th പിന്നിൽ കൊടുത്തിട്ടുണ്ട്. ബി സി സി കണക്ഷൻ 14th പിന്നിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലിയറും പ്രീസെറ്റും എവിടെയാണ് കൊടുത്തേക്കുന്നത്? പ്രീസെറ്റ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് ഐ സിയുടെ തന്നെ 4th പിന്നിലും, ക്ലിയർ കൊടുത്തേക്കുന്നത് ഫസ്റ്റിൻ്റെ 1ലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താണ് Q0 Q1 ഔട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പ്രീസെറ്റ് പിന്ന് നമ്മൾ 0ൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ലൈറ്റും സെറ്റ് ചെയ്യും. ക്ലിയർ പിന്ന് 0ൽ ഇട്ടാൽ എല്ലാ ലൈറ്റും ഓഫ് ആവും. ഓക്കെ, പ്രീസെറ്റ് 0ൽ ഇട്ടാൽ എല്ലാ ലൈറ്റും സെറ്റ് ആവും. ഇനി നമ്മൾ എന്താണ് പ്രീസെറ്റും ക്ലിയറും ഇൻപുട്ടും ഹൈ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ക്ലോക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ ജോൺസൺ കൗണ്ടറിൻ്റെ ആ ഒരു ഷിഫ്റ്റിംഗ് പ്രോസസ്സ് നടക്കുന്നതായിട്ട് കാണാം. ഇതാണ് ജോൺസൺ കൗണ്ടറിൻ്റെ ഔട്ട് എന്ന് പറയുന്നത്. നമ്മൾ എഴുതി വെച്ചേക്കുന്ന ട്രൂത്ത് ടേബിളുമായിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കുക. പ്രീസെറ്റ് ക്ലിയർ ഇൻപുട്ട് ഹൈ പൊസിഷനിലായിരിക്കണം, അത് ഓർക്കുക. ഓക്കെ, പ്രീസെറ്റ് 0ൽ ഇട്ടാൽ ലൈറ്റ് സെറ്റാക്കാം, ക്ലിയർ 0ൽ ഇട്ടാൽ ലൈറ്റ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നോക്കിയാൽ ക്ലിയറും പ്രീസെറ്റും 0 പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ക്ലോക്ക് പ്രസ് ചെയ്താൽ നമുക്ക് കൗണ്ടിങ് നടക്കുന്നത് കാണാൻ പറ്റത്തില്ല. പ്രീസെറ്റും ക്ലിയറും ഹൈയിലാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് കൗണ്ടിങ് കാണാൻ പറ്റുന്നത്. ജോൺസൺ കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.